ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രെഡോം തിയറി ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിലെ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആദ്യം നമുക്ക് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്താണ് എന്നൊന്ന് ഓർത്തെടുക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ എ ലീനിയർ ഓപ്പറേറ്റർ എ ഫ്രം എക്സ് ടു വൈ ഈസ് കോൾഡ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ if and only if for every bounded sequence xn in x, the sequence axn in y has a Cauchy subsequence, and K subset of x is called a relatively compact set or pre-compact set if and only if every sequence xn in K has a Cauchy subsequence xni, and a from x to y is a compact operator if and only if this is necessary and sufficient condition for an operator to be compact. The image of the unit ball of x is a pre-compact set in y. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഒന്നുകൂടി ഓർത്തെടുക്കുകയാണ്, നമുക്കിവിടെ ആവശ്യമുണ്ട്. നൗ നമുക്കൊരു ലെമ്മ ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ലെറ്റ് E1 be a closed subspace of E such that E not equal to E1 is a subspace of E and E is a subspace of X. So E എന്ന് പറയുന്ന എക്സിൻ്റെ സബ്സ്പേസിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് E1 എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സപ്പോസ് അവർ എക്സ് ഈസ് R3. ഈ R3യിൽ വി മേ കൺസിഡർ E ആസ് എക്സ് വൈ പ്ലെയിൻ. സോ R3യുടെ 3 ഡയമെൻഷണൽ സ്പേസിൻ്റെ ഒരു സബ് സ്പേസ് ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് വൈ പ്ലെയിൻ. ഈ എക്സ് വൈ പ്ലെയിനിൻ്റെ ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ദിസ് ഇസ് E1 എക്സ് ആക്സിസ്. Okay, so this is an example for E1 subset of E subset of X, and E1 is a closed subspace of E. Now the lemma says that in this case there exists a y0 in E with a norm of y0 equal to 1, that means a unit vector in E, such that the distance of y0 to E1 is greater than or equal to 1/2. സോ E1 എന്ന് പറയുന്ന സ്പേസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 1/2 ദൂരത്തിൽ കിടക്കുന്ന ഒരു യൂണിറ്റ് വെക്റ്റർ y0 നമുക്ക് ഇയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഈ എക്സാമ്പിളിലാണെങ്കിൽ, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന എക്സാമ്പിളിലാണെങ്കിൽ, ഐ ക്യാൻ ടേക്ക് ദിസ് y0 ആസ് സേ 0 1 0. സോ ഇതൊരു യൂണിറ്റ് വെക്റ്ററാണ്. മാത്രമല്ല എക്സ് ആക്സിസിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. ഓർ ഈവൻ യു ക്യാൻ ടേക്ക് y0 ആസ്, ഓക്കെ, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. y0 is equal to 0 1 0 or 0 -1 0. These are all examples for this. Now we have to prove this lemma. അതിന് E1 is a closed subspace of E and E1 is a proper subspace of E എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. തന്നിരിക്കുന്ന ഹൈപ്പോത്തസിസ് എടുക്കുന്നു. സോ E1 is not equal to E. So E minus E1 is non-empty. Take a y from E minus E1 such that distance of y to E1 is positive. yയിൽ നിന്ന് E1ലേക്കുള്ള അകലം പോസിറ്റീവ് ആകുന്ന രീതിയിലാണ് നമ്മൾ ഈ y ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു y എക്സിസ്റ്റ് ചെയ്യുമോ? അപ്പോൾ സപ്പോസ് ഈ രീതിയിൽ നമുക്കൊരു y എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കരുതുക. സോ യു ടേക്ക് എനി y ഇൻ E minus E1, ദെൻ ഡിസ്റ്റൻസ് ഓഫ് y ടു E1 ഈക്വൽ ടു 0 ആണ് എന്ന് കരുതുക. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഈ y എന്ന് പറയുന്നത് വിൽ ബി ആൻ എലമെൻറ്റ് ഓഫ് E1 ക്ലോഷർ.
നമുക്കറിയാം E1 is a closed subspace. So this E1 closure is nothing but E itself. So നമ്മൾ എടുത്തിരിക്കുന്നത് y element of E minus E1ൽ നിന്നാണ്. ഇപ്പോൾ നമുക്ക് y element of E1 closure which is E1 itself. Okay, എന്ന് കിട്ടി. So this is not possible. So there exists some y in E minus E1 such that distance of y to E1 is positive. ആ ഡിസ്റ്റൻസ് എത്രയാണോ, വൈയിൽ നിന്ന് E1ലേക്കുള്ള അകലം എത്രയാണോ അതിനെ നമ്മൾ എ എന്ന് വിളിക്കാം. നൗ we will take x0 element of E1 such that norm of y minus x0 is less than 2a. അപ്പോൾ എന്തായാലും നോം ഓഫ് y മൈനസ് x0 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a ആയിരിക്കും. അത് ലെസ് ദാൻ 2a ആകുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ x0 ചൂസ് ചെയ്തിരിക്കുന്നത്. നൗ we take y0 as y minus x0 by norm of y minus x0. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, norm of y0 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. Because norm of y0 is nothing but norm of y minus x0 divided by norm of y minus x0 and this is equal to 1. അപ്പോൾ ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. ഈ y0 will be at least at a distance 1/2 from E1 എന്നാണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് let x element of E1 be arbitrary. Then norm of y0 minus x is equal to norm of y0 is y minus x0 by norm of y minus x0 minus x, which is same as norm of y minus x0 minus x times norm of y minus x0 the whole divided by norm of y minus x0. സോ നമ്മളിവിടെ നെഗറ്റീവ് സിമ്പിൾ മൈനസ് ഉള്ള രണ്ട് ടേംസ് ഒരുമിച്ചെടുക്കുകയാണ്. സോ വി വിൽ ഗെറ്റ് നോം ഓഫ് വൈ മൈനസ് ഓഫ് x0 പ്ലസ് നോം ഓഫ് y മൈനസ് x0 ടൈംസ് x ഹോൾ ഡിവൈഡഡ് ബൈ നോം ഓഫ് y മൈനസ് x0. ഓക്കെ, ഇതിൽ x0 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് E1. സിമിലർലി x is also an element of E1. So if x is an element of E1, any scalar multiple of x is in E1 itself. So we have norm of y minus x0 times x is in E1. Also x0 is also in E1. E1 ഒരു സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ x0 plus norm of y minus x0 times x is in E1. ഓക്കെ, സോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നോം ഓഫ് ന്യൂമറേറ്ററിലുള്ള ആ എൻറ്റിറ്റി ഇതാണ് y മൈനസ് സം എലമെൻറ്റ് ഓഫ് E1. ഓക്കെ, നൗ വി നോ ദാറ്റ് ഡിസ്റ്റൻസ് ഫ്രം y ടു E1 is greater than that is equal to a. So norm of y minus an element of E1 will be always greater than or equal to a. ഇനി ഇവിടെ ഡിനോമിനേറ്ററിലാണെങ്കിൽ we have chosen this x0 such that norm of y minus x0 is less than 2a. So we have norm of y minus x0 is less than 2a. Therefore if we take reciprocal on both sides, we will get norm of 1 divided by norm of y minus x0 is greater than or equal to 1 by 2a. So take these two together. So we will get the numerator is here, the numerator is greater than or equal to a and 1 by norm of y minus x0 is greater than or equal to 2a. So we have this norm of y minus x0 which is equal to norm of y minus
x naught, here norm of y naught minus x, norm of y naught minus x, which is equal to norm of y minus x naught plus norm of y minus x naught times x divided by norm of y minus x naught is greater than or equal to a by 2a, which is equal to 1 by 2. So, ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. Let x element of E1 be arbitrary. Then the distance between y0 and x, norm of y0 minus x, is always greater than or equal to 1 by 2. This is true for every x element of E1. So this implies the distance between y0 and y0 and E1 will be greater than or equal to 1 by 2, because every element of E1 is at least at a distance 1 by 2 from y0. So distance of y0 and E1 is greater than or equal to 1 by 2. Hence the lemma. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന റിസൾട്ട് ഈ ലെമ്മ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ if dimension of x is equal to infinity, then the identity operator I from x to x is not compact. നമുക്കിവിടെ x ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ കോമ്പാക്റ്റ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. We know that an operator a from x to y is compact if and only if the image of unit ball in x is pre-compact set in y. ഇവിടെ നമുക്ക് എക്സും വൈയും ഒക്കെ ഒരേ ആൾ തന്നെയാണ്. ആൻഡ് നമ്മുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററാണ്. സോ സപ്പോസ് ദിസ് ഡി ഓഫ് എക്സ് ഈസ് എ യൂണിറ്റ് ബോൾ ഇൻ എക്സ്. അപ്പോൾ അണ്ടർ ദ ഐഡൻറ്റിറ്റി മാപ്പ് ഇമേജ് ഓഫ് ഡി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഡി ഓഫ് എക്സ് തന്നെയാണ്. സോ നമുക്കിവിടെ ഐ കോമ്പാക്റ്റ് അല്ല എന്ന് കാണിക്കാൻ ഡി ഓഫ് എക്സ് ഇസ് നോട്ട് എ പ്രീ കോമ്പാക്റ്റ് സെറ്റ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ പ്രൂഫ് ഇറ്റ് ഇസ് ഇനഫ് ടു ഷോ ദാറ്റ് ദ യൂണിറ്റ് ബോൾ ഡി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈസ് നോട്ട് എ പ്രീ കോമ്പാക്റ്റ് സെറ്റ്. അപ്പോൾ ഇത് പ്രീ കോമ്പാക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് we know that x is an infinite dimensional space. So we will consider any family of subspaces E1 in E2 in E3 etc. in En, and we continue like this. So അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെ നമുക്കൊരു ഫാമിലി എടുക്കാൻ പറ്റുമോ? അതിന് ലെറ്റ് x1 not equal to 0 be an element of capital X. So we can take E1 as span of x1. Okay. Now dimension of x is equal to infinity. Dimension of x എന്തായാലും 1 അല്ല. So it is possible to find an x2 which is linearly independent with x1. x1ൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരു x2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. So we can take E2 as span of x1 x2. So clearly span of x1 E1 will be a subspace of E2. Dimension of x 2 അല്ല. അപ്പോൾ അതുകൊണ്ട് x1 x2 എന്ന് പറയുന്ന ഈ സെറ്റിനോട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് നമുക്ക് വേറൊരു x3 ചൂസ് ചെയ്യാൻ പറ്റും. സോ വി ടേക്ക് E3 ആസ് സ്പാൻ ഓഫ് x1 x2 x3. സോ E1 is a subspace of E2 and E2 is a subspace of E3 and so on. നമുക്കിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാം. ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് കണ്ടിന്യൂ ചെയ്യാം, ബിക്കോസ് വി നോ ദാറ്റ് ഡയമെൻഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ ഈ രീതിയിൽ നമ്മൾ E1 E2 എക്സെട്ര En എക്സെട്ര കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഡയമെൻഷൻ ഓഫ് E1 ഇസ് 1, ഡയമെൻഷൻ ഓഫ് E2 ഈക്വൽ ടു 2 ആൻഡ് സോ ഓൺ, ഡയമെൻഷൻ ഓഫ് En ഈക്വൽ ടു n. അങ്ങനെയാണ് നമ്മൾ ഈ ഫാമിലി ഓഫ് സബ്സ്പേസസ് ചൂസ് ചെയ്യുന്നത്. സോ കൺസിഡർ എനി ഫാമിലി ഓഫ് സബ്സ്പേസസ് E1 in E2 in etc. where dimension of En is equal to n. സോ ഇവിടെ ഓരോ സബ്സ്പേസും ഫൈനൈറ്റ് ഡയമെൻഷനലാണ്. ഇറ്റ്സ് ഓഫ് ഡയമെൻഷൻ n.
Okay, and we know that any finite dimensional subspace is closed. So ഈ എല്ലാ en-കളും എക്സിൻ്റെ ക്ലോസ്ഡ് സബ്സ്പേസസ് ആണ്. ഓക്കെ, ഇനി കഴിഞ്ഞ ലെമ്മ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഫസ്റ്റ് assume E1 is contained in E2 and this is contained in X. So E1 is a closed subspace of E2, E1 not equal to E2 ആണ്. Then കഴിഞ്ഞ ലെമ്മ പ്രകാരം there exists some y1 in E2 minus E1 or there exists some y1 in E2 such that norm of y1 equal to 1 and distance from y1 to E1 is greater than or equal to 1/2. അടുത്തതായിട്ട് നമുക്ക് E2 contained in E3 contained in X എന്നെടുക്കാം. Then we will get some y2 from E3 with norm 1 and distance from y2 to E2 is greater than or equal to 1/2 and so on. So by previous lemma there exists a sequence yn such that norm of yn equal to 1 for all n and yn is an element of en plus 1. Distance from yn to en is greater than or equal to 1/2. അപ്പോൾ ഇവിടെ നമ്മൾ y1 എടുക്കുന്നത് y1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് E2. അതുപോലെ അടുത്ത y2 നമ്മൾ എടുക്കാൻ പോകുന്നത് y2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് E3 ആയിട്ടാണ് നമ്മൾ എടുക്കണേ. മാത്രമല്ല ഈ y2 എന്ന് പറയുന്നത് E3 മൈനസ് E2വിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, so we know that distance from y2 to E2 is greater than or equal to 2 or നമുക്കിങ്ങനെ പറയാം, സപ്പോസ് ദിസ് ഇസ് E1, ദിസ് ഇസ് E2, ഇങ്ങനെ ഒരു കണ്ടെയ്ൻമെൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ y1 ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, y2 ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ദെൻ ക്ലിയർലി ഈ y1ഉം y2ഉം തമ്മിലുള്ള അകലം അറ്റ്ലീസ്റ്റ് 1/2 ഉണ്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? y2 എന്ന് പറയുന്നത് E2വിലാണ്, y1 എന്ന് പറയുന്നത് E2വിലാണ്. y3 this is y1, this is y1 and this is y2. y1 is in E2. Distance from y2 to E2 is greater than or equal to 1/2. ഈ E2വിലാണ് നമ്മുടെ y1 ഉള്ളത്. സോ സ്വാഭാവികമായിട്ടും norm of y2 മൈനസ് y1 എന്ന് പറയുന്നത് greater than or equal to 1/2 ആയിരിക്കും. ഇത് നമുക്കിങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റും. സോ whenever n not equal to m we will have norm of yn minus ym is greater than or equal to 1/2. സോ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സീക്വൻസ് yn is such that norm of yn equal to 1 for all n. അതായത് എല്ലാ yn-കളും d of x-ലുള്ളവരാണ്. നോം 1 ആണ്, മീൻസ് ഓരോ yn-ഉം d of x-ലുള്ളതാണ്. മാത്രമല്ല ഈ സീക്വൻസിലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് എൻട്രീസ് n നോട്ട് ഈക്വൽ ടു m ആയിരിക്കുമ്പോഴുള്ള yn-ഉം ym-ഉം എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള അകലം എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ്. ഇവർക്ക് ഒരു 1/2 ഡിസ്റ്റൻസിന് അപ്പുറത്തേ നിൽക്കാൻ പറ്റുള്ളൂ സീക്വൻസിലുള്ള ഏത് രണ്ടാൾക്കാരെ എടുത്തു കഴിഞ്ഞാലും. സോ ഇങ്ങനെ ഒരു സീക്വൻസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സീക്വൻസ് yn ഒരു കോഷി സീക്വൻസ് അല്ല. കാരണം കോഷി സീക്വൻസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് n-ഉം m-ഉം വലുതാകും തോറും സീക്വൻസിലുള്ള എൻട്രീസ് തമ്മിൽ അടുത്തടുത്ത് വരണം. ഇവിടെ എപ്പോഴും സീക്വൻസിലുള്ള എൻട്രീസ് അറ്റ്ലീസ്റ്റ് 1/2 ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇത് കോഷി സീക്വൻസ് അല്ല എന്ന് മാത്രമല്ല, ഇറ്റ് കനോട്ട് ഹാവ് എ കോഷി സബ്സീക്വൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി ഓഫ് എക്സ് ഇസ് നോട്ട് എ പ്രീ കോമ്പാക്ട് സെറ്റ്. ഡി ഓഫ് എക്സ് പ്രീ കോമ്പാക്ട് സെറ്റ് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഐ ഫ്രം എക്സ് ടു എക്സ് ഇസ് നോട്ട് എ കോമ്പാക്ട് ഓപ്പറേറ്റർ. അടുത്തതായിട്ട്
നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ ഇനി മുതൽ ഇങ്ങോട്ട് ഈ സെക്ഷനിൽ മുഴുവനും നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് ഫ്രെഡോം തിയറി ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോഴെല്ലാം നമ്മളിനി അസ്യൂം ചെയ്യാൻ പോകുന്നത് ഇനി പറയുന്ന കാര്യങ്ങളാണ്. എക്സ് ഈസ് ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ബനാക് സ്പേസ്. ടി ഫ്രം എക്സ് ടു എക്സ് ബി എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. ഇനി മുതൽ നമ്മൾ ടി ലാംഡ എന്ന് എഴുതാൻ പോകുന്നത് ടി മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ആയിരിക്കും. ഈ ടി ലാംഡയുടെ ഇമേജിനെ ഡെൽറ്റ ലാംഡ എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യും. സോ ഡെൽറ്റ ലാംഡ ഇസ് ഇമേജ് ഓഫ് ടി മൈനസ് ലാംഡ ഐ ആൻഡ് ടി ലാംഡ ഇസ് ടി മൈനസ് ലാംഡ ഐ. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ഇമേജ് ഓഫ് ടി ലാംഡ. സോ അണ്ടർ ദീസ് അസംഷൻസ് നമുക്കിനി അടുത്ത ഒരു പ്രൊപ്പോസിഷൻ നോക്കാം. അടുത്ത പ്രൊപ്പോസിഷനിൽ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എവറി കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ടി 0 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സിഗ്മ ഓഫ് ടി. ഏത് ഇവിടെ ഓർക്കണം, നമ്മൾ അസ്യൂം ചെയ്യുന്നത് എക്സ് ഈസ് ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസ്. പ്രൊപ്പോസിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ട് നമ്മുടെ മുഴുവൻ അസംഷനും എക്സ് ഈസ് ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ബനാക് സ്പേസ്. ഓക്കെ, സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ടി ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ 0 ഈസ് ഓൾവേസ് ഇൻ ദ സ്പെക്ട്രം ഓഫ് ടി. സോ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് 0 സ്പെക്ട്രത്തിൽ ഇല്ല എന്ന് കരുതുക. 0 സ്പെക്ട്രത്തിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് റിസോൾവൻറ്റ് സെറ്റിൽ ഉണ്ടായിരിക്കും. കാരണം റിസോൾവൻറ്റ് സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് വിളിച്ചിരിക്കുന്നത്. So this is in the resolvent set. This implies there exists a bounded operator T inverse from x to x and T inverse times T will be equal to I. Now compact operators in the collection, the space of all compact operators in the ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ it forms an ideal in L of x. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഫ്രം എക്സ് ടു എക്സ് എന്നുള്ള സ്പേസിൻ്റെ ഒരു ഐഡിയൽ ആയിരിക്കും ഈ കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷൻ. സോ ഇവിടെ ടി എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ്. സോ ഇഫ് വി മൾട്ടിപ്ലൈ ടി വിത്ത് എനി ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ, what we get is again a compact operator. So T compactum T inverse bounded ആയതുകൊണ്ട് T inverse times T should be a compact operator, means I is a compact operator. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇൻ ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസ്. തൊട്ട് മുമ്പത്തെ കോറോളറിയിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇൻ ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസ് ദ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഇസ് നോട്ട് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. സോ 0 റിസോൾവൻറ്റ് സെറ്റിലുണ്ട് എന്നെടുത്താൽ വി വിൽ അറൈവ് അറ്റ് എ കോൺട്രഡിക്ഷൻ. സോ 0 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ദ റിസോൾവൻറ്റ് സെറ്റ്, മീൻസ് 0 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് സ്പെക്ട്രം ഓഫ് ടി. 0 ഈസ് എ സ്പെക്ട്രൽ പോയിൻ്റ് ഓഫ് ടി.